ഇന്നൊരു പ്രതീക്ഷിക്കാതെ ഒരു യാത്രയാണ്. വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് ഒരു മഴയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് വെറുതെ ഒരു കറക്കം. അങ്ങനെ നേരെ വളാൽ ഭാഗത്ത് പൂടങ്കര ടു രാജപുരം ടു വളാൽ ഭാഗത്തേക്കുള്ള യാത്രയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ വളാലെല്ലാം കഴിഞ്ഞ് കല്ലഞ്ചിറ വഴി നേരെ കൊന്നക്കാടിലേക്കുള്ള യാത്രയാണ്. ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് വള്ളരിക്കുണ്ട് ടൗണിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുകയാണ്. ഏകദേശം 1 കിലോമീറ്റർ വിസ്തീർണ്ണമാണ് വള്ളരിക്കുണ്ട് ടൗൺ സ്ഥിതി ചെയ്യുന്നത്. വള്ളരിക്കുണ്ട് താലൂക്ക്, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ, ബിവറേജ്, സ്കൂളുകൾ, ആശുപത്രി എല്ലാം 1 കിലോമീറ്റർ ചുറ്റളവിലാണ് വള്ളരിക്കുണ്ട് സ്ഥിതി ചെയ്യുന്നത്. വള്ളരിക്കുണ്ട് കഴിഞ്ഞാൽ പിന്നെ മലയോര മേഖലയിലെ അടുത്തൊരു ടൗണാണ് മാലോം. അങ്ങനെ മാലോം ടൗണിൽ കൂടിയുള്ള യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് ഒരെത്തും പിടിയും കിട്ടാത്ത സമയത്താണ് നമുക്ക് പുഴയോരം എന്ന വള്ളിക്കടവിലെ ഷാപ്പ് ഓർമ്മ വന്നത്. നല്ല മുന്തിരിക്കള്ള്, ഇഞ്ചിക്കള്ള്, പിന്നെ സാധാരണ കിട്ടുന്ന കള്ള്, പിന്നെ അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ, എല്ലാത്തരം ഭക്ഷണങ്ങൾ കിട്ടും. ഊണ്, ബിരിയാണി, പൊറോട്ട, ചിക്കൻ, മട്ടൺ, അതുപോലെ തന്നെ ബീഫ്, പിന്നെ മീൻ, അങ്ങനെ എല്ലാ ഭക്ഷണ സാധനങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നേരെ ഷാപ്പിലേക്ക്. പിന്നെ വീണുടെ പ്രശ്നമാകുമെന്ന് പറഞ്ഞ പോലെ നേരെ ഷാപ്പിൽ കയറി. വിത്ത് കണ്ട ഇതിൻ്റെ ഭിത്തിയിൽ കലാപം മണി, മുക്കോയ, പിന്നെ നമ്മളെ അങ്ങനെ ഒട്ടുമിക്ക എല്ലാ നായകന്മാരെയും ഫോട്ടോ ചെയ്ത് വെച്ചിട്ടുണ്ട്, വരച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ എന്തായാലും ഇരിക്കുന്നല്ലേ, ഒരു ലിറ്റർ മുന്തിരിക്കള്ളം അങ്ങനെ വാങ്ങി. കാണുമ്പോൾ ഭയങ്കര മനോഹരം. ഇനി കുടിച്ച് നോക്കാം. കുടിച്ച് നോക്കിയാലേ ഇതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റൂ. ഇപ്പോൾ അതുപോലെ തന്നെ പൊറോട്ടയും ചിക്കനും ഓർഡർ ചെയ്ത് അങ്ങനെ അതും വന്ന്. പിന്നെ എന്തായാലും ഇനിയിപ്പോൾ ഒന്ന് മുന്തിരിക്കള്ളി ടെസ്റ്റ് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ ഞാനങ്ങനെ ഒഴിച്ചു. വളരെ സൂക്ഷ്മതയോടുകൂടി ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. ഇങ്ങനെ ഭക്ഷണമെല്ലാം ഇട്ട് അല്പം ഒന്ന് മുന്തിരിക്കള്ളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. നല്ല അടിപൊളി, പുളിയും കാര്യങ്ങളൊന്നുമില്ല, നല്ല അടിപൊളി കള്ളായിരുന്നു. അങ്ങനെ പിന്നെ പൊറോട്ട എടുത്തു. പൊറോട്ടയും ചിക്കനും അടിപൊളി ടേസ്റ്റ്, നല്ല അടിപൊളി. ഷാപ്പിലെ കറി എന്നെല്ലാം പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് മാറില്ലല്ലോ. പറയുമ്പോൾ തന്നെ ഇപ്പം നാക്കിലെ വെള്ളമാണ് വരുന്നത്. പിന്നെ മനോഹരമായ ടേസ്റ്റായിരുന്നു. പിന്നെ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ പൊറോട്ടയും ചിക്കനും അങ്ങനെ വലിച്ചു കയറ്റുന്ന ഒരു സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തീറ്റയിൽ നമുക്കൊരു മയമില്ലാത്തതുകൊണ്ടും പൊറോട്ടയും ചിക്കനെല്ലാം അടിച്ചു മാറി. ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ച് ബാക്കി കാഴ്ചകളെല്ലാം നമുക്ക് പതുക്കെ കാണാം. അങ്ങനെ പൊറോട്ടൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പൊറോട്ടയും
ചിക്കനെല്ലാം അടിച്ച് തീർത്ത് അതിൻ്റെ ഒപ്പം കള്ളും കുടിച്ച് തീർത്തു. അങ്ങനെ ഷാപ്പിൽ നിന്ന് യാത്രയായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് മലയോര ഹൈവേ ആയ ബന്ദർക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാറാത്തൂരെത്തുന്ന ഹൈവേയിലേക്ക് ചാടി അത് കൂടിയിട്ട് ആ വഴിയിലൂടെ നേരെ കോളിച്ചാറ്റക്കുള്ള യാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശക്തമായിട്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഞാനും മാറ്റി വിടാതിൻ്റെ കോട്ടലിട്ട് സെറ്റായി കൊണ്ടുപോകുന്നു. ജീവിതത്തിൽ ആരെങ്കിലും സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ യാത്രകൾ നടത്തി സന്തോഷത്തോടു കൂടി ഇങ്ങനെ പോയാൽ നമ്മുടെ ചുറ്റും ഉള്ള സ്ഥലങ്ങൾ തന്നെ ഒരുപാട് സന്തോഷിക്കാറുണ്ട്. അതേപോലെ അങ്ങനെ കയറ്റം കയറി വന്നപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടം, ചെറുതൊന്നല്ല, മഴ പെയ്യുന്ന സമയത്ത് വലിയ വെള്ളച്ചാട്ടമാണ്. ഇനി ഞങ്ങൾ അതിൻ്റെ ഒരു സൗന്ദര്യാസ്വദമൊക്കെ വേണ്ട ചേട്ടൻ കുറച്ച് ദിവസം ആയിരുന്നു വണ്ടിയെല്ലാം കഴുകിയിട്ട് മോട്ടർ അടുക്കൊണ്ട് എടുത്തിട്ട് വണ്ടി കഴുകുന്നൊരു സീനും കൂടി കാണുന്നുണ്ട്. ഈ വെള്ളം മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വന്നിട്ട് ഇതാണ്ടോ അതുപോലെ ഇങ്ങനെ താഴേക്ക് ഒലിച്ച് വന്നിട്ട് ഇതിൻ്റെ താഴെയും വേറൊരു വെള്ളച്ചാട്ടം കാണാം. നമുക്ക് മഴ പെയ്യുന്ന സമയത്ത് കുറച്ച് ദൂരത്തേക്ക് തന്നെ കാണാം. എൻ്റെ ഫോണിൽ അത്യാവശ്യം പുറത്തേക്ക് പിടിച്ചാൽ മാത്രമാണ് ഈ സീൻ കാണുന്നത്, അല്ലെങ്കിൽ വലിയൊരു വെള്ളച്ചാട്ടം. അപ്പം അങ്ങനെ അതും കഴിഞ്ഞ് നേരെ കയറി നല്ലൊരു ബോർഡങ്ങിൻ്റെ സീൻ മനോഹരമായ കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ നേരെ താഴെ കോളിച്ചാർ റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുകളിൽ ഒരു മരുതവും തട്ടിൻ്റെ താഴെയായിട്ട് നല്ല അടിപൊളി സീനറി കാണാം. കുറച്ച് ദൂരം, വളരെയധികം ദൂരത്തിലെ മലകളും മലനിരകളെല്ലാം ആയിട്ട് കാണുന്ന നല്ല അടിപൊളി സ്പോട്ട്. ഏറ്റവും ഭംഗിയായി നിൽക്കുന്നുണ്ട് പൂക്കളുണ്ട്. കാറ്റത്തിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ മലയോര ഹൈവേ. നമ്മളെ ഇന്നത്തെ യാത്ര ഇവിടെ വെച്ചിട്ട് അവസാനിക്കുന്നു. എന്താ ഈ മനോഹര ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഓക്കെ.